ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 58. കാട്ടുതീയിൽ നിന്ന് ഗോപഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമദന സവിളംബേ ദേനവസ്വൈരചാരാ തൃണകുതുക നിവിഷ്ടാ ദൂരദൂരഞ്ചരന്ധ്യാ കിമപി വിപിനമൈഷീക്കാഖ്യമീക്ഷാം ബഭൂവോ. ഗോപാലബാലരത്ത് വിരഹിക്കുന്നതിൽ തൽപരനായ അങ്ങ് പ്രലംബാസുരനെ നിഗ്രഹിച്ചു കഴിയുന്നതിന് മുമ്പ് സ്വൈരസഞ്ചാരികളായ പശുക്കൾ പുല്ലു തിന്നാനുള്ള കൗതുകം മൂലം വളരെ അകലേക്ക് പോകുകയും ഐഷികമെന്നു പേരായ വനത്തിലെത്തുകയും ചെയ്തു. അനധിഗത നിധാഖ ക്രൗര്യവൃന്ദാവനാന്താദ് ബഹിരഥമുപയാതാ കാനനന്ദേനവസ്ഥാ തപ വിരഹ വിഷണ്ണാ ഊഷ്മളാ ഗ്രീഷ്മതാപ പ്രസര വിസരദംബസ്യാകുലാസ്തംഭമാഭൂ. വേനൽ ചൂടിൻ്റെ കാഠിന്യവും സംഹാരശക്തിയും ബാധിക്കാത്ത വൃന്ദാവനത്തിൽ നിന്ന് അതിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഐക്ഷിക വനത്തിലെത്തിച്ചേർന്ന പശുക്കൾ ഊഷ്മളമായ വേനൽ ചൂടേറ്റ് ദാഹാർത്തരാകുകയും പാരവശ്യം വർദ്ധിച്ചപ്പോൾ സ്തംഭിച്ചു പോകുകയും ചെയ്തു. തദനു സഹസഹായേർദൂരമന്വേഷ്യ ശൗരേ ഗളിതസരണിമുച്ചാരണ്യസഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാ ത്വയി ഗതവതിഃ സർവതോ അഗ്നിർജജിംഭ്രേ. പ്രലംബനിഗ്രഹാനന്തരം അങ്ങ് മറ്റുള്ളവരുമൊത്തു ചേർന്ന് അപ്രത്യക്ഷമായ ഗോസമൂഹത്തെ അന്വേഷിക്കുകയും വളരെ ദൂരം തിരഞ്ഞതിനു ശേഷം സഞ്ചാരമാർഗമില്ലാത്ത മുഞ്ചവനത്തിൽ കുടുങ്ങി വലയുന്ന അവയെ കണ്ടെത്തുകയും ചെയ്തു. അവയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങ് സമീപത്തെത്തിയപ്പോൾ ഹാ കഷ്ടം, എല്ലായിടത്തും കാട്ടുതീ കത്തിപ്പരക്കാൻ തുടങ്ങി. സകലഹരിദിദീപ്തേ ഘോരഭാങ്കാരഭീമേ ശിഖിനി വിഹിതമാർഗ അർദ്ധദഗ്ധായി വാർത്ത അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. ഭയങ്കരമായ പൊട്ടിത്തെറിക്കലോടും ഭീഷണശബ്ദത്തോടും കൂടി ആ കാട്ടുതീ എല്ലാറ്റിനെയും നശിപ്പിച്ച് കത്തിജ്വലിച്ചു കൊണ്ടിരുന്നപ്പോൾ മാർഗമടഞ്ഞും പകുതി ഭാഗം ദഹിച്ച പോലെയായും ആർത്തരായും എല്ലാവരും അയ്യോ ലോകനാഥ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഏക ദുഃഖനിവാരകനായ അങ്ങയെ അഭയം പ്രാപിച്ചു. അലമലമതിഭീത്യാ സർവതോ മീലയധ്വം ദൃശമിതി തവ വാചാ മീലിതാക്ഷേഷു തേഷു കുനുദവദഹനോസൗ കുത്രമുജ്ജാടവീസാ സപദിവ വൃതിരേത്തേ ഹന്തഭാണ്ഡീരദേശേ. ആരും അധികം ഭയപ്പെടരുത്, എല്ലാവരും കണ്ണടയ്ക്കുവിനെന്ന് അങ്ങയുടെ വാക്കനുസരിച്ച് അവർ കണ്ണടച്ചു. അപ്പോൾ കാട്ടുതീ എവിടെ പോയി മറഞ്ഞു? അവർ സ്ഥിതി ചെയ്തിരുന്ന ആ മുഞ്ചവനം എവിടെ? ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയട്ടെ. കണ്ണു തുറന്നപ്പോൾ അവരെല്ലാം ഭാണ്ഡീരവട വൃക്ഷത്തിനരികിലാണ് നിന്നിരുന്നത്. ജയ ജയ തവ മായാ കേയമീശേതി തേഷാം നുതിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസ പുനരപി വിപിനാന്തേ പ്രാചരപ്പാടലാദി പ്രസവ നിഗരമാത്ര ഗ്രാഹ്യകർമാനുഭാവേ. ഹേ ഭഗവാനെ, അങ്ങ് സർവോത്കർഷേണ വിജയിക്കുക. അങ്ങയുടെ മായാവിലാസം അനുപമം തന്നെയാണ്.
സ്തുതിവചനങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട അങ്ങ് മന്ദഹാസത്തോടും വിവിധ ലീലാവിനോദങ്ങളോടും വീണ്ടും ഇളം തളിരുകളുടെയും മലർനിരകളുടെയും സമൃദ്ധിയാൽ മാത്രം ഗ്രഹിക്കാൻ കഴിയാവുന്ന വേനൽക്കാലത്തോടു കൂടിയ വൃന്ദാവനത്തിൽ സ്വൈരസഞ്ചാരം ചെയ്തു. ത്വയി വിമുഖവിവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദന്ത പങ്കമുച്ഛോഷയന്തം തവ ഭുജവദദ്ദുദഞ്ജദ്ഭൂരിതേജപ്രവാഹം തവ സമയമനൈഷീർയാമുനേഷു സ്ഥലേഷു. അങ്ങയിൽ തൽപരനല്ലാത്തവൻ സന്താപനിമഗ്നനായിരിക്കുന്നതുപോലെ താപം നിറഞ്ഞതും അങ്ങയുടെ സേവാഫലമായുണ്ടാകുന്നതുപോലെ അന്തർഭാഗത്തിലുള്ള മാലിന്യങ്ങളെ ഉണക്കി നശിപ്പിക്കുന്നതും അങ്ങയുടെ ഭുജങ്ങളെപ്പോലെ പൊങ്ങി പ്രഭവിക്കുന്ന തേജസ്സോടുകൂടിയതുമായ ഗ്രീഷ്മകാലം അങ്ങ് യമുനാതടത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ് കഴിച്ചുകൂട്ടിയത്. തദനു ജലദജാലൈസ്തദ്വപുസ്തുല്യഭാഭീർവികസനമലവിദ്യുൽപീതവാസോ വിലാസൈ സകലഭുവനഭാജാം ഹർഷദാം ഹർഷവേലാം ക്ഷിതിതരഗുഹരേഷു സ്വൈരവാസീവനൈഷീ. അങ്ങയുടെ ദേഹകാന്തിക്ക് തുല്യമായതും നിർമ്മലവും വികസിക്കുന്നതുമായ മിന്നൽപ്പിണരാകുന്ന പീതവസ്ത്രശോഭയോടുകൂടിയതുമായ മേഘജാലങ്ങളാൽ എല്ലാ ജീവജാലങ്ങൾക്കും ആനന്ദാധിക്യം പ്രദാനം ചെയ്യുന്ന വർഷക്കാലം അങ്ങ് ഗോവർദ്ധനഗിരിയിലെ ഗുഹകളിൽ സ്വൈരവിഹാരം ചെയ്തു ജീവിച്ചു. ഗുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്ര ശിഖികുലനവകേകാ കാകുബീസ്ത്രോത്രകാരീ സ്ഫുടകുടജഗദംബ സ്തോമപുഷ്പാഞ്ജലീഞ്ച പ്രവിദധനുഭേജേ ദേവഗോവർദ്ധനോസൗ. മയിലുകളുടെ പുതിയ ശബ്ദമാകുന്ന ഭക്തിപ്രകടന സ്തോത്രങ്ങളാലും വിടർന്നു വിലസുന്ന കുടജം കദംബം എന്നിവയാൽ പെയ്യുന്ന പുഷ്പാഞ്ജലിയാലും ഈ ഗോവർദ്ധന പർവ്വതം ഹേ ഭഗവാനെ അതിൻ്റെ ഗുഹാതലങ്ങളിൽ ഉപവിഷ്ടനും ശ്രേഷ്ഠപുരുഷനുമായ അങ്ങയെ സേവിച്ചു. അതശരഥമുപേദാന്താംഭവൽഭക്തചേതോ വിമലസലിലപൂരാമാനയൻ ഗാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. അല്ലയോ ഗുരുവായൂർനാഥ, അങ്ങയുടെ ഭക്തന്മാരുടെ ഹൃദയം പോലെ പരിശുദ്ധമായ ജലഗണങ്ങളുമേന്തി പിന്നീട് വന്നണഞ്ഞ ശരൽക്കാലത്തെ മാനിച്ചുകൊണ്ട് അങ്ങ് പരിശുദ്ധമായ വനപ്രദേശത്ത് പശുക്കളെ മേച്ച് സഞ്ചരിച്ചു. അങ്ങനെയുള്ള ഹേ ഭഗവാനെ, എനിക്ക് ശരീരസുഖം നൽകണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.